നന്ദിനിക്കുട്ടി, നീ എന്തായി കാണിച്ചത്? എന്നെ മരിക്കാനെങ്കിൽ അനുവദിക്കൂ. പറയൂ, എന്തുണ്ടായി? ഞാൻ നശിച്ചവളാണ് ശിവേട്ട. പറയൂ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തും നിനക്കെന്നോട് പറയാം. എന്നെ വിശ്വസിക്കും നന്ദിനിക്കുട്ടി. ആരാണ് നിന്നെ നശിപ്പിച്ചത്? രവിയേട്ടൻ. അനിയത്തി, ഇപ്പോൾ നീ ഇതാരോടും പറയണ്ട. എന്തായാലും രവി തന്നെ നിന്നെ വിവാഹം കഴിക്കും. എനിക്ക് വേണ്ടി അല്പം ക്ഷമിക്കൂ. നന്ദിനി, 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 നന്ദിനിക്കുട്ടി, ശിവ, ശിവ. എന്താ ജമാലെ, ആ ശിവനെ ഒന്നിങ്ങോട്ട് വിളിച്ചേ. ശിവൻ ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. എന്താ? നന്ദിനിക്കുട്ടിയെ കാണാനില്ല. നിന്നെ വിശ്വസിച്ചതിന്റെ ഫലമാണ് നീ കാണിച്ചത്, അല്ലടാ? വാടി ഇങ്ങോട്ട്, നിന്നെ നീ കൊല്ലും. വലിയ ആദർശമൊക്കെ പ്രസംഗിച്ച് കേട്ടപ്പോ യോഗ്യനാണെന്ന് കരുതി. മാനം മര്യാദയായി കഴിയുന്ന തറവാട്ടിലെ പെമ്പിള്ളേരെ വശീകരിക്കലാണ് നിന്റെ ആദർശമെന്ന് ഞാൻ വിചാരിച്ചില്ല. ജമാൽ, പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ വളച്ചെടുത്ത് പാതിരാത്രിക്ക് കൊണ്ടുപോയി പുന്നാരിക്ക് നല്ലതാണ് ആണത്തം. ജമാൽ, എനിക്കറിയാം എല്ലാവർക്കും എന്നെ വെറുപ്പാണ്, നീയടക്കം എല്ലാവർക്കും. പക്ഷേ ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ തെറ്റായിരിക്കാം ഒരു പരിധിവരെ. പുറമേക്ക് ചിരിക്കുമ്പോഴും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോഴും എന്റെ മനസ്സ് കരയുകയാണെന്ന് ആരും അറിഞ്ഞില്ല. ജമാൽ, നിനക്കറിയാമോ, സ്വന്തം വീട്ടിൽ ഒരു അന്യനായി ജീവിക്കുന്നവനാണ് ഞാൻ. പെറ്റമ്മയുടെയും സ്വന്തം സഹോദരിയുടെയും മുമ്പിൽ വെറും ഒരു പരിചയക്കാരനായി താമസിക്കുന്നു. നന്ദിനിക്കുട്ടിയുമായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബന്ധമല്ല എനിക്കുള്ളത്. സ്വന്തം പെങ്ങളെ കാമുകിയായി കാണാൻ ആർക്കെങ്കിലും കഴിയുമോ ജമാൽ? ശിവ അല്ല, സുധാകരൻ. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നതിന് സാക്ഷ്യം വഹിച്ച സുധാകരൻ. ജീവിച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ സ്വന്തം കുടുംബം തന്നെ കൊലപാതകത്തിനിരയാവുമെന്നറിഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി നാടുവിട്ട സുധാകരൻ. നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ശത്രുവിനെ ഒറ്റവെട്ടിന് കൊല്ലാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. ചെയ്ത തെറ്റുകളുടെ ശിക്ഷ എണ്ണി എണ്ണി അനുഭവിച്ചാലേ എന്റെ ഉദ്ദേശം പൂർത്തിയാവും. ഇന്നോ? ശരി, ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. രവി, രവി. എന്താ വെച്ചാ? ഫാക്ടറിയിൽ ഏത് നിമിഷവും റെയ്ഡ് നടക്കും. അവിടെയുള്ള സ്റ്റാക്കും പ്രകാശങ്ങളും വേഗം മാറ്റണം. തൊഴിലാളികൾ തടഞ്ഞാലോ? ആര് തടഞ്ഞാലും നേരിട്ടേ പറ്റൂ. അന്വേഷണത്തിന് കുറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അതിനു മുമ്പ് എല്ലാം ക്ലീൻ ആയിരിക്കണം. ആ വർഗീസിനെയും കൂട്ടുകാരെ ഏർപ്പാട് ചെയ്താൽ മതി. നിൽക്കടാ, സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. മാറി നിൽക്കടാ, അത് ഞങ്ങളുടെ മുതലാളി തീരുമാനിച്ചോളൂ. അങ്ങനെ നീ ഇപ്പൊ എങ്ങോട്ടും കൊണ്ടുപോണ്ട. നീ ആരാടാ?
ജമാൽ ജമാൽ ജമാലെ ജമാൽ ജമാൽ ജമാലെ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മോൻ വലിയവനാണല്ലേ സാറേ? മലയാളി എന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ഞാൻ ചന്തമുക്കിന് ഓടി രക്ഷപ്പെട്ടതാ. അവരെന്നെ ഷിപ്പോടെ എത്തും. ജമാലിനെ കൊന്ന് ഞാനാണത്രേ. പോലീസിന് സംശയം തോന്നിയിട്ടല്ലേ? പിടിച്ചാൽ ഒരു വേഗം വിട്ടയക്കും. പക്ഷെ ഞാനല്ലല്ലോ കൊന്നത് മുതലാളി. നീയാണെന്നല്ലേ ആളുകൾ പറയുന്നത്? തെളിവും നിനക്കെതിരായിരിക്കും. എന്നെ രക്ഷിക്കണം മുതലാളി. ഞാനല്ല കൊന്നതെന്ന് മുതലാളിക്കെങ്കിലും അറിയാലോ. എന്ന് വെച്ച് നിനക്ക് പകരം ഞാൻ പോലീസിൽ പോയി ഹാജരാകണോ? എടാ, നിയമത്തിന്റെ മുമ്പിൽ നീയാണിപ്പോൾ കുറ്റവാളി. നീ കുറ്റം ഏൽക്കുന്നതാണ് നല്ലത്. നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിക്കൊള്ളാം. അതല്ല, എനിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ വിധി കൊലക്കയറിലായിരിക്കും. മുതലാളി ഇരുന്ന് മോങ്ങാതെ പോടാ. ഞാനായിട്ട് നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് നീ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പോകും. ജമാൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടി. എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന്. പക്ഷേ എന്റെ വിഷമം ശിവേട്ടനറിയാലോ. ജമാലിന് സംഭവിച്ചത് ഏത് നിമിഷവും എനിക്കും സംഭവിച്ചേക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റും. സാരമില്ല മമ്മദേ, കരയാതിരിക്കൂ. മമ്മദിന്റെ മകൻ നല്ലവനായിരുന്നു. നല്ലവർക്ക് ഈശ്വരൻ ദീർഘായുസ് കൊടുക്കില്ലല്ലോ. നമുക്ക് ഇനി ആരുമില്ല മുതലാളി. ആര് പറഞ്ഞ്? മമ്മദിന് ഞങ്ങളൊക്കെ ഇല്ലേ? ഇതാ, ഇത് 2000 രൂപയുണ്ട്. വേണ്ട മുതലാളി, നമുക്കിനി എന്തിനാണ് കാശ്? കാശ് കൊടുത്താൽ നമ്മളെ മോനെ തിരിച്ചു കിട്ടുമോ? ഇരിക്കട്ടെ മമ്മദേ, പിടിക്കൂ. ആ, പിന്നെ ഒരു കാര്യം, അടുത്ത 10-ാം തീയതിയാണ് കേസ്. മമ്മദ് കോടതിയിൽ വന്ന് പ്രധാനമായിട്ട് ഒരു കാര്യം പറയണം. ജമാൽ മരിക്കുന്നതിന് മുമ്പ് ശിവനുമായിട്ട് വഴക്കായിരുന്നെന്ന്. അവര് തമ്മിൽ ഒരു വഴക്കുമില്ലായിരുന്നു മുതലാളി. എങ്കിലും കോടതിയെ അങ്ങനെ പറയണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജമാലും അവന്റെ വാപ്പയും തമ്മിൽ വഴക്കായിരുന്നെന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം മുതലാളി. പക്ഷേങ്കിലേ പടച്ചോനെ ഇറക്കാത്ത നമ്മൾ പറയൂല. മയ്യത്തായാലും പറയൂല മുതലാളി. മമ്മദ് ഒന്നുകൂടി ആലോചിക്കും. ഞാൻ പിന്നീട് വരാം. ഇതിനു വേണ്ടി മുതലാളി ഇനി ഇവിടെ വരണമെന്നില്ല. ഇതാ നിങ്ങളുടെ കാശ്. എന്നാ മുതലാളി നിങ്ങളുടെ കാശ്. നമ്മുടെ മോൻ മരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമുക്ക് ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, നമ്മുടെ മോന്റെ വഴി. ഇൻസ്പെക്ടർ, നിങ്ങളുടെ സംസാരം കേട്ടാൽ വെളിച്ചപ്പാടും മകളും മരിക്കാൻ കാരണം ഞാനാണെന്ന് തോന്നുമല്ലോ. എന്ന് ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾക്ക് കിട്ടിയ ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കടമയാണല്ലോ. എനിക്കിവിടെ കുറെ ശത്രുക്കളുണ്ട്. വെറുതെ കുഴപ്പങ്ങൾ കുത്തിപ്പക്കാനാണ് ശ്രമിക്കുന്നത്. തെറ്റുകളൊന്നും ചെയ്യാത്തവർക്ക് ശത്രുക്കൾ ഉണ്ടാകില്ലല്ലോ. എന്റെ ഉയർച്ചയിൽ അസൂയുള്ളവരാണ് പലരും. ശരിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ കാര്യസ്ഥനായി കഴിഞ്ഞിരുന്ന തങ്കപ്പന് നിങ്ങളോട് അസൂയ തോന്നേണ്ട കാര്യമില്ലല്ലോ. തങ്കപ്പനോ? അതെ, തങ്കപ്പൻ.
ജമാലിനെ കൊന്ന കുറ്റം നിങ്ങൾ ഏറ്റെടുപ്പിച്ച തങ്കപ്പൻ, വർഷങ്ങളോളം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്കപ്പൻ, വെളിച്ചപ്പാടിന്റെ മരണത്തിന് ദൃക്സാക്ഷിയുണ്ട്. പിന്നെ തങ്കമണി കുടിച്ച വിഷം സാധാരണക്കാർക്ക് കിട്ടുന്നതല്ല. മറ്റു പല സാഹചര്യ തെളിവുകളും നിങ്ങൾക്കെതിരാണ്. ഇൻസ്പെക്ടർ, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. നിങ്ങൾ ചെറുപ്പമാണ്, ഇനിയും വളരെ കാലം ഡിപ്പാർട്ട്മെന്റിൽ തുടരേണ്ട ആൾ. മിനിസ്റ്ററെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ അദ്ദേഹത്തൊന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉയരാം. അതിനുവേണ്ടി സത്യം മറച്ചുവെക്കുന്നത് തെറ്റാണെന്ന് തോന്നും, പക്ഷെ തെറ്റല്ല. എന്റെ അനുഭവം എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ പേരിലുള്ള കുറ്റം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. എന്നെ വിശ്വസിച്ചിട്ടുള്ളവരെല്ലാം ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അല്ലാത്തവർ അതിനനുഭവിച്ചിട്ടുമുണ്ട്. വരൂ, നമുക്ക് അകത്തിരിക്കാം. വരൂ. ഞാൻ കഴിക്കാറില്ല. ജീവിതത്തിൽ ഇതൊക്കെ ഒരു ആവശ്യമല്ലേ, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഉദ്യോഗത്തിന്. ശ്രീദേവി, തുടങ്ങി. ഏതോ ഒരു ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ കുടിയും ബഹളം ആരംഭിച്ചോളൂ. എന്താ അച്ഛാ? മോളെ കുറച്ച് ഐസഞ്ഞെടുക്കൂ. ശരി. എന്റെ മകളാ ശ്രീദേവി. എന്നോട് ഇണങ്ങുന്നവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇണങ്ങുന്നവരെ സാറിനറിയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തും പ്രതീക്ഷിക്കാം. മോളെ, ഇദ്ദേഹം സ്ഥല ഇൻസ്പെക്ടറാണ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്യാവശ്യം ഒരു ഫോൺ ചെയ്യാനുണ്ട്. ഞാൻ ഇപ്പൊ വരാം. അച്ഛാ, 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 വാതിൽ തുറക്കോ. അച്ഛാ, വാതിൽ തുറക്കോ.